നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ അമ്മോ, ഏത് സമയത്താണാവോ ഈ ഉപവാസം എടുക്കാൻ തോന്നിയത്? എല്ലാരും പറഞ്ഞതാ എടുക്കണ്ടെന്ന്. അപ്പൊ എനിക്ക് അഹങ്കാരത്തിന്റെ പല ആപത്താണെന്ന് 3ാം ക്ലാസ്സിലെ ടീച്ചർ പഠിപ്പിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട്. വെള്ളമെങ്കിലും കുടിച്ച് വയറ് നിറയ്ക്കാന്ന് വെച്ചാ ജലപാനം പോലും പാടില്ല അത്ര. ആരും കാണാതെ ബൈക്ക് കൊടുത്ത് ഏതെങ്കിലും ഹോട്ടലിൽ പോയി 2 ബിരിയാണി കഴിച്ചിട്ട് വന്നാലോ? ബോസേ, ബോസ് ഇവിടെ ഇരിക്കായിരുന്ന? എങ്ങനെയുണ്ട് ബോസേ കാര്യങ്ങളൊക്കെ? കുടലും കുരവള്ളിയൊക്കെ ഒട്ടി തുടങ്ങിയ? ബോസേ, ഉപദേശമാണെന്ന് കരുതരുത്. അവനവന് പറ്റുന്നതേ ചെയ്യാൻ നിൽക്കാവൂ. ഡേ, എന്നെ നോക്കിക്കേ. പട്ടിണി കിടന്നിട്ടുള്ള ഒരു കാര്യത്തിനും ഞാനില്ല. പിന്നെ ബോസിനറിയൂ, ഇടയ്ക്ക് ഞാൻ എൻ്റെ ഈ ശരീരത്തിന് പുഷ്ടി പോരാന്ന് തോന്നിയപ്പോ ജിമ്മിലൊന്ന് പോയി. അപ്പോ ഒരുത്തൻ, അവന്റെ പേരെന്താ, ട്രെയിനർ, അവൻ വന്ന് പറയുകയാണ് അരിയാഹാരം ഒഴിവാക്കണോന്ന്. അമ്പട പുളുസ്. ബോസേ, എന്റെ ഈ ശരീരത്തിൽ നിന്ന് അരിയാഹാരം ഒഴിവാക്കിയുള്ള അവസ്ഥ എന്ന് ബോസ് ഒന്ന് ചിന്തിച്ചു നോക്ക്. എനിക്ക് സഹിച്ചില്ല. ദേ, അന്നം സത്യമായിട്ട് അഡ്വാൻസ് കൊടുത്ത പൈസ തിരികെ വാങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നല്ല, അരിയാഹാരം ഒഴിവാക്കണം പോലും. പിന്നെ അന്ന് ജയിലിൽ പോയപ്പോഴും ഇതായിരുന്നു അവസ്ഥ. സാധാരണ ജയിലിൽ കയറുന്നവരെ സങ്കടം കൊണ്ട് ആദ്യത്തെ ദിവസം ആഹാരം കഴിക്കില്ലെന്നാണ് പറയണത്. ഞാനന്നേ 2 പാത്രം ചോറ ഒറ്റ ഇരിപ്പിന് തിന്നു തീർത്തത്. കൂടെ സെല്ലി കിടക്കണ ആള് എന്റെ തീറ്റ കണ്ട് അവസാനം അയാളുടെ ചോറും കൂടി എനിക്ക് തന്നു. ഈ ടെൻഷൻ കയറിയ എനിക്ക് പിന്നെ ആഹാരം വേണം. 5ാം ക്ലാസ്സിൽ പഠിക്കണ സമയത്ത് പരീക്ഷയുടെ ടെൻഷൻ കയറി ഞാനൊരു 10-16 പൊറോട്ടയെങ്കിലും തിന്ന് കാണും. അറിയൂ ബോസിന്? ബോസേ, ഇതെന്താടെ കയ്യില്? അറിയില്ലേ? ഇതാണ് ടോർച്ച്. അത് മനസ്സിലായി. ഇതെന്തിനാ പകല് ടോർച്ചും കൊണ്ട് നടക്കുന്നെന്നാ ചോദിച്ചത്. ഈ പട്ടിണിയും പരുവട്ടുള്ള ദുരിതകാലത്തും ബോസിന്റെ കോമഡി എനിക്ക് മനസ്സിലായി. അതായത് അർദ്ധരാത്രി കൊട പിടിക്കുന്നത് പോലെ ഈ പകൽ വെളിച്ചത്ത് എന്തിനാ ഈ ടോർച്ചും പിടിച്ച് നടക്കുന്നത് എന്നല്ലേ ബോസ് ഉദ്ദേശിച്ചത്? അല്ല, ഈ ടോർച്ച് ശരിയാക്കി കൊണ്ടുവരുന്ന വഴിയാണോ എന്നാ കവി ഉദ്ദേശിച്ചത്. കൊള്ളാം ബോസേ, നല്ല പ്രാസം. കവിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. നിലവിൽ ഈ ടോർച്ചിന് ഒരു കുഴപ്പവും ഇല്ല. ഇത് ചില ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന ടോർച്ചാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ബോസേ, ഇത് രാഷ്ട്രീയക്കാര്, സമരം നയിക്കുന്നവര്, ഇവരൊക്കെ രാവും പകലും ഒക്കെ കൊണ്ടു നടക്കുന്ന ഒരു സാധനം. ബോസിന് ഇത് ഉപകാരം ചെയ്യും. എനിക്ക് ഉപകാരം ചെയ്യുന്നോ? നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? ഇത് കത്തുന്ന പോലും ഇല്ലല്ലോ. ബോസേ, ചിലത് കത്തുന്നതല്ല, കത്തൽ മാറ്റുന്നതാ. അതെ, അത് ഇവിടെ നിന്ന് പറഞ്ഞാൽ ശരിയാവൂല. ബാ, നമുക്ക് റൂമിലോട്ട് പോവാം. എനിക്ക് വന്നേ. എടാ, ബാ. മോളെ, പോട്ടെ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അമ്മ വിചാരിച്ചതല്ല.
മോളോട് അമ്മ പറഞ്ഞിട്ടല്ലേ പോയത് സൂക്ഷിക്കണോന്ന്? പിന്നെന്തിനാ മോള് പുറത്തിറങ്ങി നിന്നത്? അതുകൊണ്ടല്ലേ. പോട്ടെ മോളെ, സാരമില്ല. മോളിത് കുടിച്ച്. ഇടി. മോളെ, എന്താ ഇത്? എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അത് ജന്മം തന്ന അമ്മയായാലും ആരായാലും. മോളെ, ഓ, മോളാണെന്ന് ഓർമ്മയുണ്ടല്ലോ. ഭാഗ്യം. നേർച്ചക്കോഴിയാണെന്നാ ഞാൻ കരുതിയത്. മോളെ, നീ എന്തൊക്കെയാ പറയുന്നേ? നീ ഞങ്ങൾക്ക് നേർച്ചക്കോഴിയാണോ? അതെ. അല്ലെങ്കിൽ മറ്റൊരാൾ തോൽപ്പിക്കാൻ സ്വന്തം മകളുടെ കണ്ണു പോയാലും കുഴപ്പമില്ലെന്ന് നിങ്ങൾ കരുതോ? എനിക്ക് നിങ്ങളെ കാണണ്ട. കേട്ടില്ലേ രഞ്ജിനി? ഇപ്പോ കുറ്റമല്ല എന്റെ തലയിൽ മാത്രമായി. ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലേ ഇവക്ക് അനുഭവിക്കാൻ വേണ്ടിട്ടല്ലേ? അതെ, ഞാൻ തന്നെ അനുഭവിക്കുന്നത്. നിങ്ങൾ ചെയ്തു കൂട്ടുന്ന കൊള്ളരുതായ്മകളുടെ എല്ലാ ഫലവും അനുഭവിക്കുന്നത് ഞാനാ. മോളെ, നിങ്ങൾ ഇങ്ങനെ പരസ്പരം തല്ലുകയല്ല വേണ്ടത്, ഒരുമിച്ച് നിൽക്കണം. നിന്നെ സുമംഗലയേട്ടത്തി തല്ലിയെങ്കില് അതിന് അവരോടാ പ്രതികാരം ചെയ്യേണ്ടത്. ദേ, ഇന്നിവിടെ ഒരു വ്രതം നടക്കുന്നില്ലേ, അത് മുടങ്ങണം. മുടക്കണം നമ്മള്. അതിനെന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം. അമ്മായിയമ്മയ്ക്ക് വേണ്ടി വ്രതം എടുക്കുന്ന മരുമകള്, അവളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ വ്രതവും നിന്റെ കണ്ണിന് കേടുവരുത്തിയ ആ പിറന്നാൾ ആഘോഷവും ഒക്കെ സുമംഗലയിടത്തിയുടെ പ്രീതി പിടിച്ചു പറ്റാനുള്ള ദർശനയുടെ തന്ത്രങ്ങളല്ലേ?